ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എ ഡേ ഔട്ട് വിത്ത് മൈ ഹസ്ബൻഡ്. നമ്മൾ പോകുന്നത് കോർണിഷ് ബീച്ചിലാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നത് നിയർ ടു WTCയും പിന്നെ കോർണിഷിൻ്റെ അടുത്താണ്. കോർണിഷ് ബീച്ച് സൈഡ് ആണെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ നടക്കാൻ. മെയിൻ ബീച്ചാണെങ്കിൽ ടാക്സിയിൽ ഒരു 15 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു മെയിൻ ബീച്ചിൽ പോകാമെന്ന്. അപ്പോൾ നമ്മളൊരു 4:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങി കേട്ടോ. ടാക്സി പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ കുറച്ച് നടന്നപ്പോഴത്തേക്കും നല്ല കാഴ്ച, ഇങ്ങനെ പ്രാവുകളൊക്കെ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. മെയിൻലി ചൂടായത് കൊണ്ടാണ് നമ്മൾ പിന്നെ ടാക്സി പോകാമെന്ന് വിചാരിച്ചത്. നടക്കണ്ടല്ലോ, ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് കേട്ടോ ഇവിടെ. ടാക്സി പോകാമെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തെടുത്ത് വന്ന് അവസാനം നടന്ന് തന്നെയാണ് ഗൈസ് നമ്മൾ പോയത്. ടാക്സി ഒന്നും പിടിച്ചില്ല, ഹസ്ബൻഡ് എന്നെ പറ്റിച്ചു. ചൂട് കാരണം ഒരു നിവർത്തിയില്ലായിരുന്നു. സണ്ണ് വന്നിട്ട് ഡയറക്റ്റ് ഫേസിലടിക്കുക, അത്രയ്ക്ക് പൊള്ളുന്നുണ്ടായിരുന്നു. പിന്നെ അത്രയ്ക്ക് ടാൻ ആവാതിരിക്കാൻ സൺസ്ക്രീന് കുറേ വാരി തേച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോയി. എനിക്ക് 2 ദിവസം ഓഫ് കിട്ടും, സാറ്റർഡേ സൺഡേ. പക്ഷേ ഹസ്ബൻഡിന് ഓൾട്ടർനേറ്റ് ഡേയ്സേ കിട്ടാറുള്ളൂ. ഒരു സാറ്റർഡേ സൺഡേ ഓഫ് കിട്ടിയാൽ പക്ഷേ അടുത്ത സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ പോകണം, അങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സാറ്റർഡേ സൺഡേ ഓഫ് കിട്ടുമ്പോഴേ നമ്മൾ പോകാറുള്ളൂ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാനായിട്ട്. പിന്നെ നല്ല മൂവീസ് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോകും. നമ്മൾ വിചാരിച്ച് ബീച്ചിൽ ആരും കാണത്തില്ല ചൂടായതുകൊണ്ട്. പക്ഷേ അബുദാബിയിലെ ഒട്ടുമിക്ക ആൾക്കാരും ബീച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ. വീക്കെൻഡ് ആയാലും ഒട്ടുമിക്ക ഡേയ്സ് ആയാലും ആൾക്കാർ ഇവിടെ വരും. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈവനിങ് വാക്ക്, ജോഗിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരും ഇവിടെ വരാറുണ്ട്. ഇടയ്ക്ക് വെച്ച് ഒരു പൂച്ചേനെ കിട്ടി കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ച് ആ പൂച്ചയുടെ ഫോട്ടോ എടുക്കാമെന്ന്. അപ്പോൾ ആണേലും അവൾക്ക് ഭയങ്കര ജാടയായിരുന്നു, അവളങ്ങ് മൈൻഡ് ചെയ്യാതെ പോയി. പിന്നെ ഫോൺ എടുത്തപ്പോഴാണ് അവൾക്ക് മനസ്സിലായി അവളുടെ ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ പിന്നെ അവൾ ഭയങ്കര പോസിങ് ആയിരുന്നു ഗൈസ്, പറയാതിരിക്കാൻ പറ്റൂല. നല്ല ഫോട്ടോസ് കിട്ടി കേട്ടോ. 4:30 ഇറങ്ങി നമ്മളൊരു 5:15 ഒക്കെ ആയപ്പോഴത്തേക്കും ബീച്ചിലെത്തിയായിരുന്നു. പിന്നെ ഇവിടെ നിന്നാൽ നമുക്ക് സൺസെറ്റും കാണാം കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നമ്മൾ സെക്കൻഡ് ടൈമാണ് വരുന്നത്. അപ്പുറത്തെ സൈഡിൽ ഫാമിലി ബീച്ചുണ്ട്. മുന്നേ നമ്മൾ ആ സൈഡിലാണ് പോയത്. അവിടെയാണെങ്കിൽ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. 2 പേർക്കും കൂടെ 30 ദിറംസ് ആവും. പക്ഷേ നമ്മൾ പോയില്ല, കാരണം 6 മണിക്ക് ഓൾമോസ്റ്റ് ക്ലോസ് ആവും. നമ്മൾ എത്തിയത് തന്നെ 5:15 അതുകൊണ്ട് പിന്നെ നമ്മൾ ആ സൈഡിലോട്ട് പോയി. ഹസ്ബൻഡ് ചോദിച്ച് പോകണമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, പോയാലും ടാക്സി ഒന്നും പിടിക്കത്തില്ല, നടന്ന് തന്നെ പോകണം. പിന്നെ നടക്കാൻ മടിച്ച് പിന്നെ നമ്മൾ ഇവിടെ തന്നെ നിന്ന്. ചൂടായതുകൊണ്ട് കുറേ നടന്നപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ദാഹിച്ചു. അങ്ങനെ നമ്മൾ നേരത്തെ വെള്ളം മേടിച്ചായിരുന്നു, തണുത്ത വെള്ളം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം കട ഉണ്ടായിരുന്നു അവിടെ. ഐസ്ക്രീം മേടിക്കാൻ പോയി. ഐസ്ക്രീം മേടിച്ച് ഗായ്സ് കാശിന് കൊള്ളൂല, മരുന്നിൻ്റെ ടേസ്റ്റായിരുന്നു. 2 എണ്ണം കൊണ്ട് മേടിച്ചത്. എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു, ഹസ്ബൻഡിന് വാനില എന്ന് പറഞ്ഞു. രണ്ടിനും മരുന്നിൻ്റെ ടേസ്റ്റായിരുന്നു. ചോക്ലേറ്റോ വാനിലയോടോ 7 അയലോക്കത്ത് പോയില്ല. പിന്നെ പൈസ വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഫുള്ളും കഴിച്ചു. പിന്നും ബക്കാലേ പോയാൽ അവിടെ നിന്ന് 2 ദിറം കൊടുത്താൽ നല്ല ഐസ്ക്രീം കിട്ടും, ആസ്വദിച്ച് കഴിക്കുക. അത് പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല, വിശന്നപ്പോൾ മേടിച്ച് കഴിച്ചു. അങ്ങനെ നമ്മൾ ഒരു 8 ഒക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ ഇരുട്ടി തുടങ്ങി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്, ഡിന്നറിനായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു പിന്നെ പുറത്തുനിന്ന് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ 2 ഷവർമ പാഴ്സൽ മേടിച്ചു കേട്ടോ. അപ്പോൾ അതും മേടിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.